അതെ, അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നടരാജയായിരുന്നു. അരമണിക്കൂറും 3/4 മണിക്കൂറും നടക്കാമെന്നുള്ളത് ഇപ്പോൾ ഒന്നും അല്ലാണ്ടായിരിക്കുന്നു നടന്ന്. അങ്ങനെ വിൻ്ററായി, നടക്കാൻ വയ്യാണ്ടായി. അങ്ങനെയൊന്നുമല്ല, ഗോഡ് വിലാസിൻ്റെ ലൈസൻസ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ലൈസൻസ് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് വണ്ടി നോക്കാൻ പോയാലോ? അങ്ങനെ കുറേ നാൾ നോക്കി ഒരെണ്ണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരെണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അത് നോക്കാൻ പോവുകയാണ്. ലണ്ടനിൽ നിന്ന് ഒരു ഏകദേശം 1 hour, ലൈക്ക് നമ്മുടെ ഇവിടെ നിന്നൊരു 3 hours ട്രാവലുണ്ട്. അപ്പോൾ അവിടെ പോയി വേണം വണ്ടി നോക്കാൻ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി പോവാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ പോയപ്പോൾ ഒരു മലയാളി സ്ട്രീറ്റ് തോന്നിയില്ലേ, അതുപോലെ ഇത് വേറെ ഏതോ സ്ഥലത്തുള്ള ഒരു സ്ട്രീറ്റിൽ നിൽക്കുന്നത് പോലെ തോന്നും. കറങ്ങി ചുറ്റി നമ്മളിപ്പോൾ ഒരു ആഫ്രിക്കൻ സ്ട്രീറ്റ്സ്, ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് അതുവഴിയാണ് നടന്നുകൊണ്ട് നേരത്തെ എത്തി. അതുകൊണ്ട് ആസ്ഡേ പോയി വായി നോക്കാമെന്ന് വിചാരിച്ചു. അവിടാണ് നമ്മൾ നോക്കാൻ വന്ന കാറ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആസ്ഡ. കുറച്ച് സമയം അവിടെ വായി നോക്കിയിട്ട് കാർ നോക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇവിടെയാണ് നമ്മൾ കാറ് നോക്കാൻ വന്നത്, സെലക്ട് മോട്ടോഴ്സ്. കയറുമ്പോൾ തന്നെ ഇഷ്ടം പോലെ കാസ് കാണാൻ പറ്റും. ഞാൻ മനസ്സിലാദ്യം വിചാരിച്ച വല്ല കുഞ്ഞ് സ്പേസ് ആയിരിക്കുമെന്ന്, പക്ഷേ ഇതല്ല. ഒത്തിരി കാസുണ്ടായിരുന്നു അവിടെ, ഇഷ്ടം പോലെ. ഇന്ന് ഞങ്ങൾ നോക്കാൻ വന്ന ഈ ദിവസം തന്നെ വേറെ ഒരു 2-3 ടീംസ് വന്നിട്ടുണ്ടായിരുന്നു നോക്കാനായിട്ട്. ഗോഡ്വിൻ വന്നപ്പോൾ തന്നെ ഗോഡ്വിൻ നോക്കി വെച്ച കാറ് ഇവിടെ കിടക്കുന്നതെന്ന് കണ്ടുപിടിച്ചു. അതിൻ്റെ അടുത്തോട്ടായി നടന്നു പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കിയ കാർ, ടൊയോട്ട CHR. വണ്ടീനെക്കുറിച്ച് യാതൊരു അറിവും എനിക്കില്ല, അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയുന്നില്ല. കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ ഫേവറേറ്റ് കളർ, ഞാൻ കുറച്ച് കളർ ഗോഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈറ്റ് വേണ്ട, പക്ഷേ കിട്ടുന്നതേ കിട്ടുള്ളൂ എന്നും അറിയായിരുന്നു. പക്ഷെ എന്നാലും ബ്ലാക്ക് എന്നൊരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ബ്ലാക്ക് കിട്ടിയാൽ കൊള്ളാമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കറക്റ്റായിട്ട് നമുക്കത് തന്നെ കിട്ടി. എന്തായാലും കാറ് കണ്ട സന്തോഷത്തിൽ എന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. പക്ഷേ ഗോവിന്ദാസ് പറഞ്ഞു ഇതുവരെ നമ്മളത് വാങ്ങിച്ചിട്ടില്ല എന്ന്. അപ്പം നമുക്ക് കാറിൻ്റെ കീ അവർ കൊണ്ട് തന്നു, നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഗോഡ്വിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലൊക്കെ ഇരുന്ന് നോക്കുവാണ്. ഡാരിക്ക് പിന്നെ കാറെന്ന് പറയുമ്പോൾ എന്തോ ക്രൈസാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്തുകൊണ്ടാണ്. അവന് ഇഷ്ടപ്പെട്ടു. കാറിൽ ഒറ്റയ്ക്കിരിക്കാൻ അവൻ ഓക്കെയാണ്. സാധാരണ എൻ്റെ അടുത്ത് നിന്ന് മാറാത്തവനാണ്. പക്ഷേ കാറ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നെ വേണ്ട. പിന്നെ ഞാനും കയറിയിരുന്നു. എൻ്റെ സീറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. You like this car? കാറിനകത്ത് കയറി ഗൈസ്. നൈസ്. ഗോഡ്വിൻഡസ്, വാട്ട് അബൌട്ട് യു? ഇഷ്ടപ്പെട്ടു. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പൊക്കി വെക്കുന്നു. ഇനി കാർ സെറ്റായാൽ ആസ്ഡേയിൽ കാർ സീറ്റ് നോക്കി വെച്ചിട്ടുണ്ട്, അതും വാങ്ങണം. നോക്കാം എന്താകുമെന്ന്. വണ്ടി എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഫിനാൻസിനാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളുമായിട്ട് കുറച്ച് മണിക്കൂർ നമുക്ക് അവിടെ ഇരിക്കേണ്ടി വന്നു. എല്ലാം കഴിഞ്ഞ് ആസ്ഡേ പോയി കാർ സീറ്റ് മേടിച്ചു. പിന്നെ ഗവൺമെൻറ്റൊന്നും ഫുള്ളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ സബ്വേ വന്നു. 6:30 കഴിഞ്ഞു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 10 മണിക്കെങ്ങാണ്ടായിരുന്നു ട്രെയിന്.
അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പിന്നെ ഇടയ്ക്ക് ഞാനും ഡയറിക്ക് സ്നാക്സൊക്കെ കഴിച്ചു. അപ്പോൾ എന്തായാലും സബ്വേയിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ച് അതും കഴിച്ച് എല്ലാം എന്തായാലും ഭംഗിയായി കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും തിരിച്ച് 3 hours ഡ്രൈവ് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അതാലോചിക്കുമ്പോൾ ചെറിയൊരു ടയർഡ്നെസ് ഫീൽ ആവുന്നുണ്ട്. ഓൾറെഡി നമ്മൾ രണ്ടുപേരും ടയേർഡാണ്. ഭയങ്കര തലവേദനയായി ഈ സമയത്തൊക്കെ ആയപ്പോഴത്തേക്കും. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച കാർ സീറ്റ്. ഒത്തിരി ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ആകെ ഈ ഒരു കാർ സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉള്ളത് ന്യൂ ബോൺസിൻ്റെ ആയിരുന്നു. ഇതാകെ 2 ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ആദ്യം നോക്കി വെച്ചപ്പോൾ. തിരിച്ച് വന്ന് എടുക്കാൻ നോക്കിയപ്പോൾ ഈ ഒരെണ്ണേ ഉള്ളൂ. ഓൾറെഡി മറ്റേതാരോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളും എടുത്തു. അപ്പോൾ അതാണ് ഞങ്ങളുടെ ന്യൂ കാർ. എന്തായാലും ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. Till then, thanks for watching.